ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എഫ്ഐആർ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി നൽകിയ അപേക്ഷ റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളിയെങ്കിലും കേസിനെ വിടാതെ പിന്തുടരുകയാണ് കേന്ദ്ര ഏജൻസി. അതിനിടെ കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ സമയം ആവശ്യപ്പെടും. 1 മാസം കൂടി സമയം തേടി ഹൈക്കോടതിയിൽ ഉടൻ അപേക്ഷ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു അപ്ഡേഷൻ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടുത്ത അറസ്റ്റ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെതാണോ എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആ ചോദ്യം സാധൂകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പത്മകുമാറിന് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതേസമയം ശബരിമല കട്ടളപ്പാളി കേസിൽ അഴിമതി നിരോധന നിയമം കൂടി SIT ചുമത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്ന ശബരിമലയിലെ വാർത്ത, പോലീസ് ഡ്യൂട്ടിയിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ തേടി ഹൈക്കോടതി നടപടി. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സന്നിധാനത്ത് പ്രധാന ചുമതലയിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയെ നിയമിച്ചതിലും ഇടപെടൽ വന്നിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസാണ് ആ വാർത്ത പുറത്തേക്ക് വിട്ടത്. പോലീസ് കൺട്രോളറായി എത്തിയത് നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെന്ന ഞെട്ടിക്കുന്ന വിവരമാണ്. നിയമനം നൽകിയത് അടൂർ ക്യാമ്പിലെ SI R കൃഷ്ണകുമാറിനാണ്. അപ്പോൾ ഇതടക്കം ശബരിമലയിൽ ഒരുപാട് പരിശോധനയുടെ ആവശ്യം ഉണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘമടക്കം മനസ്സിലാക്കുന്നത്. അവരുടെ ഇടപെടലും അങ്ങനെയാണ്. ഇതിനോടൊപ്പം R അനന്തകൃഷ്ണനും പ്രശാന്ത് കൃഷ്ണയും ചേരുകയാണ്. നമുക്ക് വിശദമായി പരിശോധിക്കാം. അനന്തൻ, ഡയറക്റ്റ് ചോദ്യം ഒന്നേ ഉള്ളൂ, അടുത്ത വിക്കറ്റ് ആരുടേതായിരിക്കും? ഉറപ്പായും ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എ പത്മകുമാറിനെതിരെയുള്ള ഒരു വാറണ്ടാണ് N വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ട്. അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, 42 കിലോ ചെമ്പുപാളികൾ അനധികൃതമായി 18/5/2019 ദേവസ്വം ബോർഡ് ജീവനക്കാരായ 3-ാം പ്രതിയായ N വാസു അടക്കമുള്ള 3 മുതൽ 7 കൂടിയ പ്രതികളും 2019 കാലയളവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും അറിവോടുകൂടി ഇളക്കിയെടുത്ത് 1-ാം പ്രതിയുടെ കൈവശം കൊടുത്ത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിച്ചു എന്ന് പറയുമ്പോൾ 2019 ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ അത് എ പത്മകുമാർ മാത്രമല്ല, അന്നത്തെ ബോർഡ് അംഗങ്ങൾ കൂടി. അതായത് പത്മകുമാർ സബ് ജയിലിലാകാൻ അധിക ദിവസമില്ല ഉറപ്പായിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വാസുവിനെ അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും പത്മകുമാറിൻ്റെ അറസ്റ്റും വേണ്ടിവരും. പത്മകുമാറിനെ നേരത്തെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നേരത്തെ നോട്ടീസ് കൊടുത്തിരുന്നു. പക്ഷേ പത്മകുമാർ ഹാജരായില്ല. ഒരുപക്ഷെ ഞാൻ മുമ്പേ പോകണ്ട, വാസു ആദ്യം പോകട്ടെ എന്നുള്ള നിലപാടായിരിക്കും പത്മകുമാർ എടുത്തത്. ഏതായാലും ഇന്നിപ്പോൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ SITയുടെ ഓഫീസിൽ എത്തിയിട്ടില്ല. അവിടെ ഒരു അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു മരണപ്പെട്ടു. അപ്പോൾ മരണാനന്തര ചടങ്ങുകൾ കഴിയാതെ തിരുവനന്തപുരത്തേക്ക് പോരാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് അദ്ദേഹം. അപ്പോൾ ഏതായാലും SIT ഉദ്യോഗസ്ഥർ ഇവിടെ പത്മകുമാറിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. പത്മകുമാറിൻ്റെ ചോദ്യങ്ങൾ റെഡിയാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം പത്മകുമാർ കൃത്യമല്ലെങ്കിൽ, വാസു പറഞ്ഞതുമായിട്ട് കോൺട്രഡിക്ടറി ആണെങ്കിൽ, സുധീഷ് കുമാർ പറഞ്ഞതുമായിട്ട് കോൺട്രഡിക്ടറി ആണെങ്കിൽ, മുരാരി ബാബു പറഞ്ഞതുമായിട്ട് കോൺട്രഡിക്ടറി ആണെങ്കിൽ ഉറപ്പായിട്ടും കൊട്ടാരക്കര സബ് ജയിലിലോ കുഞ്ചാലമൂട് സ്പെഷ്യൽ സബ് ജയിലിലോ ഒരു കാര്യം അനന്തൻ, അതായത് മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നീട് അല്ലെങ്കിൽ വരുന്ന മറ്റു ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് സമാനതകളില്ലാത്ത ഒരുപാട് അപൂർവ സംഭവങ്ങൾ ഈ കേസിൽ ഉണ്ടാവുകയാണ്. കാരണം ഒരു ഉന്നത തസ്തികയിലിരുന്ന വ്യക്തി, അതായത് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്, മുൻ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, അഴിമതി അതായത് ഈ വിജിലൻസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ട്രിബ്യൂണലിൽ ഇരുന്ന, അതായത് ജഡ്ജിക്ക് തുല്യമായിട്ടുള്ള ഒരു തസ്തികയിൽ ഇരുന്ന ആൾ, ആ വ്യക്തി ജയിലിലാവും എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു ദിവസമെങ്കിലും വാസു ചിന്തിച്ചു കാണുമോ അനന്തൻ? ചില്ലറക്കാര്യമല്ല പ്രതീക്ഷ. കാരണം ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ജില്ലാ ജഡ്ജിയുടെ അധികാരത്തിലിരുന്ന ഒരു ന്യായാധിപൻ ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് റിമാൻഡിലാവുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടിരുന്ന ഒരു വ്യക്തി റിമാൻഡിലാവുന്നത് ക്രിമിനൽ കേസിൽ. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ സ്ഥാനം വഹിച്ചിരുന്ന ഒരു വ്യക്തി ഇതുപോലെ ക്രിമിനൽ കേസിൽപ്പെട്ട് ജയിലിലാകുന്നത്. ഏതായാലും വാസുവിനെ സംബന്ധിച്ച് വാസു CPMന്റെ അടുത്ത ആളാണ്. CPMന്റെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങൾ, ഒരുപക്ഷെ മുഖ്യമന്ത്രിയുമായി വരെ വളരെ അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരു നേതാവാണ്. കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ദീർഘകാലം ഇരുന്നു. വിജിലൻസ് ട്രൈബ്യൂണലായിട്ട് ഇരുന്ന ജില്ലാ ജഡ്ജിയുടെ പവറിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലുള്ള കൊട്ടാരക്കര സബ് ജയിലിലാണ്. മാത്രമല്ല അതിനകത്ത് വേറൊരു യാദൃശ്ചികതയുള്ളത്, 2018 ഈ യുവതീ പ്രവേശന വിധി വരുമ്പോൾ അത് നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങിയ പ്രധാനപ്പെട്ട ആളാണ്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന. അതിലെ പ്രധാനപ്പെട്ട കാര്യം, പത്മകുമാർ അതിനകത്ത് ഒരു എതിർപ്പ് അറിയിച്ചപ്പോൾ സർക്കാരിനൊപ്പം നിന്ന് അത് നടപ്പാക്കാൻ മുൻപിൽ നിന്ന ആളാണ് N വാസു. അതേ വാസു അന്ന് ആ കേസുമായി അല്ലെങ്കിൽ ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് റിമാൻഡിലായവർ കഴിഞ്ഞിരുന്ന അതേ ജയിലിലാണ് ഇപ്പോൾ, കൊട്ടാരക്കര സബ് ജയിലിലാണ് ഇപ്പോൾ കഴിയുന്നത്. പ്രശാന്ത്, സർക്കാരിനെ സംബന്ധിച്ചോളം CPMനെ സംബന്ധിച്ചോളം പ്രതിരോധത്തിലാകുന്നുണ്ടോ N വാസുവിന്റെ അറസ്റ്റിലൂടെ?
ഒരു സംശയം വേണ്ട. CPM പ്രതിരോധത്തിലാണ്. കാരണം ഇപ്പോൾ എൻ വാസുവിൻ്റെ ഈ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിലാണ്. എതിർ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും BJPയും എല്ലാം തന്നെ ചുവരെഴുത്തുകൾ, തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ ചുവരെഴുത്തുകൾ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേതൃത്വം നൽകിയ എൻ വാസു CPM നേതാവ് എന്നൊക്കെ തരത്തിലുള്ള വ്യാപക പ്രചരണം സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എൻ വാസു, ഞാനെന്ന് നേരത്തെ പറഞ്ഞല്ലോ, എൻ വാസു ആരാണ്? എൻ വാസു അവിടെ കുളക്കട പഞ്ചായത്ത് ആദ്യ പ്രസിഡന്റ്, അദ്ദേഹം 2 തവണ പ്രസിഡന്റായി, പിന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ഇങ്ങനെ ബാറിലെ അഭിഭാഷകൻ. അതെ, അപ്പം പിന്നെ ഏറ്റവും പ്രധാനം ഞാൻ ചോദിക്കണം, അങ്ങനെ എങ്ങനെ സർക്കാരിനെ നമ്മൾ പറയാൻ കഴിയും? അല്ലെങ്കിൽ സർക്കാരിനെതിരെ എന്താണ് റോളെന്ന് സർക്കാരിന് ചോദിക്കാം. മാത്രമല്ല പോടെ പാർട്ടി പറയുകയാണ്, പാർട്ടിക്ക് ഇതിനകത്ത് എന്താണ് റോള്? പാർട്ടി ഈ ഒരു അന്വേഷണത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ഈ അന്വേഷണം സുഗമമായി പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചവിട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഉദ്യോഗസ്ഥരാണ്, സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ പറയാമല്ലോ. പറഞ്ഞത് തന്നെയാണ് ഉത്തരം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മുരാരി ബാബുവോ അല്ലെങ്കിൽ സുധീഷ് കുമാറോ ഇവരാരും തന്നെ പാർട്ടിക്കാരല്ല. ഇദ്ദേഹം പാർട്ടി നേതാവാണ്. അതിനുശേഷം പാർട്ടി ചുമതലപ്പെടുത്തിയ ദേവസ്വം സെക്രട്ടറിയാണ്, ദേവസ്വം കമ്മീഷണറാണ്, 2 തവണ കമ്മീഷണറാണ് ആയിരുന്നു. PK ഗുരുദാസന്റെ സമയത്ത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് പാർട്ടി നിയോഗിച്ച ആളാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് കണക്ട് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാർട്ടിയിലേക്ക് ആരോപണം വരാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ വാസുവിനെ സംബന്ധിച്ച് വാസു ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും വലിയ ആരോപണങ്ങളോ ഒന്നും ഉയർന്നിട്ടില്ല. മാത്രമല്ല PK ഗുരുദാസൻ സ്റ്റാഫിലേക്ക് എടുക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു നേതാവാണ്. ആ സമയത്ത് പോലും അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ചെയ്യാമായിരുന്നു. പക്ഷേ ആരോപണം ഉന്നയിക്കുന്നവർ വാസുവിന്റെ റോൾ എന്ന് പറയുന്നത് ആൾക്കാർ സംശയിക്കുന്നത് അത് CPM പ്രത്യേക താല്പര്യത്തോടെ ദേവസ്വം ബോർഡിൽ വെച്ച ആൾ എന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ പറയുന്നത് അതേപോലെ അനുസരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നത്. അങ്ങനെയാണ് വാസുവിനെ സംശയിക്കുന്നത് ആൾ ഈ പ്രതിപക്ഷം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ. കാരണം വാസു അവിടെ വന്നിരിക്കുമ്പോൾ കൃത്യമായി സർക്കാരിന് വേണ്ടിയുള്ള നടപടികൾ അവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ സർക്കാരിന്റെ താല്പര്യത്തോടു കൂടിയാണ് സ്വർണ്ണക്കൊള്ള നടത്തിയതെന്ന് വരുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അതിനൊപ്പം തന്നെ കോടതി എടുത്തു മാറ്റിയ ഒരു കമ്മീഷണറെ പിന്നീട് അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് കൊണ്ടുവരുമ്പോൾ അതും സർക്കാർ വാസുവിനെ മാറ്റുന്നില്ല. അവിടെ നിന്ന് വാസു അവിടെ ഉണ്ട്. ഒപ്പം സുധീഷ് കുമാറിന്റെ വാസുവിന്റെ സർക്കാർ വലിയൊരു പ്രതിസന്ധി നേരിട്ട 2018 യുവതി പ്രവേശ വിഷയത്തിൽ. ആ സമയത്ത് A. പത്മകുമാർ പ്രസിഡന്റിന്, അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റാത്തൊരു വലിയ പ്രതിസന്ധി ഉണ്ടായി. ആ സമയത്തും സർക്കാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത നിലപാടിനൊപ്പം അടിയുറച്ച് നിൽക്കുകയും അതിനാവശ്യമായ കോടതിയിൽ നടപടികളൊക്കെ സ്വീകരിക്കുകയും നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്ത ആളാണ് ഈ ദേവസ്വം കമ്മീഷണർ എൻ വാസു. അപ്പോൾ ഒന്ന്, വാസു ഈ 2019 മാർച്ച് മാസത്തിൽ ഈ കട്ടളപ്പാളി ഈ അഴിച്ചു കൊടുത്ത ഈ തിരിമറി നടക്കുന്നു. ആ സമയത്ത് വാസുവിന്റെ കാലാവധി കഴിയുകയാണ് ആ മാസം. അതിനുശേഷം വാസുവിനെ കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുന്നത് സർക്കാരാണ്. അപ്പോൾ ദേവസ്വം കമ്മീഷണറായ എൻ വാസു ആ സ്ഥാനത്ത് തുടരണമെന്ന് സർക്കാർ ആഗ്രഹിച്ചിരുന്നു. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതിനുശേഷമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ വാസുവിന്റെ സാന്നിധ്യം ശബരിമലയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അല്ല, പക്ഷെ ആ ആരോപണത്തിന് ബലം നൽകുന്നതാണ് SIT കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതായത് പിന്നെ വാസുവാണ് ഇതിന് മുൻകൈ എടുത്തതെന്നുള്ള രീതിയിലാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലെ 14-ാം ഖണ്ഡികയിൽ പറയുന്നുണ്ട്. പരിപാവനവും ഏറെ മൂല്യവുമുള്ള ശബരിമല ക്ഷേത്ര ശ്രീകോവിലിന്റെ വാതിലും കട്ടളപ്പാളിയും അതിനോട് ചേർന്ന പ്രഭാമണ്ഡലത്തിലും സ്വർണം പതിച്ചിട്ടുണ്ടെന്ന അറിവ് ഉണ്ടായിരുന്നിട്ടും മറ്റു പ്രതികളുമായി കൂടിച്ചേർന്ന് കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം തങ്കമാണ് എന്നുള്ളത് വാസുവിന് അറിയാമായിരുന്നു. എന്നിട്ട് ഗൂഢാലോചന നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. അതായത് ഒഴിവാക്കിയതിന് ഹൈക്കോടതി ഇടപെട്ടാണ് ഒഴിവാക്കുന്നത് ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന്. അതിനുശേഷവും സർക്കാർ വാസുവിനെ ദേവസ്വം ബോർഡിൽ എത്തിച്ചു, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട്. ഒരു കാര്യം ഈ 6ാമത്തെ വിക്കറ്റ് പത്മകുമാറിൻ്റെതാണെങ്കിൽ 7ാമത്തെ വിക്കറ്റ് പ്രശാന്ത് കൃഷ്ണയുടെ സുഹൃത്തായ PS പ്രശാന്തിന്റെ വിക്കറ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് പഠിച്ച വ്യക്തി കൂടിയാണ്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ബോർഡ് പ്രസിഡന്റുമാരുമായിട്ടൊക്കെ എല്ലാ മാധ്യമപ്രവർത്തകരും നല്ല ബന്ധം സൂക്ഷിക്കാറുണ്ട്. അപ്പം ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനു മുമ്പ് പത്മകുമാറിനൊപ്പം ആ ബോർഡിലെ അംഗങ്ങളും കൂടി ഇപ്പം പിന്നെ 2 അംഗങ്ങൾ കൂടിയുണ്ട്. അവരും കൂടി അന്വേഷണത്തിലേക്ക് വരും. ഒരുപക്ഷെ അവരുടെ അറസ്റ്റും ഉണ്ടാകാമെന്നാണ് SIT നിന്ന് ലഭിക്കുന്ന സൂചന. ശങ്കർദാസ് അടക്കമുള്ളത് അംഗമായിരുന്നു. അപ്പോൾ അവരുടെ അറിവും അവരെയും ചോദ്യം ചെയ്യും. ആ കേസിൽ ഇവരെല്ലാം ബോർഡ് അംഗങ്ങൾ പ്രതിയാണ്. മാത്രമല്ല ഈ വാസുവിന് കുരുക്കായത് സുധീഷ് കുമാറിന്റെയും മുരാരിയുടെയൊക്കെ മൊഴിയാണ്. തീർച്ചയായും വാസുവിന്റെ മൊഴികൾ ഇവർക്കെല്ലാം കുരുക്കാവുന്ന PS പ്രശാന്തിന് കുരുക്കാവുന്നത് നേരത്തെ കഴിഞ്ഞ ഓർഡറിൽ തന്നെ ഹൈക്കോടതി എഴുതി വെച്ചിട്ടുണ്ട്. തീർച്ചയായും അതുകൊണ്ടായിരിക്കണം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം, തുടർന്ന് അല്ലെങ്കിൽ നീട്ടി സമയം അനുവദിക്കാത്തതും ഒക്കെ അതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഓരോ വിക്കറ്റുകളും അങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ്. ഒപ്പുതുന്നവർ ഒന്നൊന്നായി
വെള്ളം കുടിച്ചുകൊണ്ട് ജയിലിൽ കിടന്ന് വെള്ളം കുടിക്കുന്നു എന്ന് പറയും.